തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്മസ് നോയമ്പ് ധ്യാനത്തിൻ്റെ 20-ാമത്തെ ദിവസമായ ഇന്ന് നമ്മുടെ ധ്യാന വിഷയത്തിനായി തിരഞ്ഞെടുത്ത വിഷയം വചനം ജഡമായി തീർന്നു. അതിനാസ്പദമായി തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-14 വാക്യങ്ങൾ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു. മാനവജനതയുടെ പാപത്തിന് പരിഹാരത്തിനായി സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് താണിറങ്ങി വന്ന നസ്രായനായ യേശുവിനെയാണ് വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലൂടെ അറിയിക്കുന്നത്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, എന്നാൽ ദൈവം പണ്ടും ഭാഗം ഭാഗമായിട്ടും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരവും വെളിപ്പെട്ടു. എങ്കിൽ ഇവിടെ ഇതാ ദൈവമായ ആ വചനം ജഡരൂപമെടുത്ത് യേശുക്രിസ്തുവായി നമ്മുടെ ഇടയിലേക്ക് വന്നു. ഇതിനാണ് ഈ ക്രിസ്മസ് കാലയളവിൽ വിശ്വാസികളോടുള്ള സന്ദേശം. സൃഷ്ടിയുടെ ആരംഭം മുതൽ നാം കാണുന്നത് ഉണ്ടാകട്ടെ എന്ന വചനം കൊണ്ട് സകലത്തെയും ഉണ്ടാക്കിയവനാണ് ദൈവം. ഇന്ന് നാം ചിന്തിക്കുന്നത് എന്തിനായിട്ടാണ് യേശു ജഡത്തിൽ അവതരിച്ചത്. ഒന്നാമതായി ക്രൂശിലെ മരണത്തിലൂടെ രക്ഷയും ദൈവത്തോട് നിരപ്പും പ്രാപിപ്പാൻ. എല്ലാ ജനനവും ജീവിക്കുവാനാണെങ്കിൽ യേശുവിൻ്റെ ജനനം മരിക്കുവാനായിരുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന മനുഷ്യൻ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവം കൊടുത്ത ന്യായപ്രമാണപ്രകാരം യാഗങ്ങൾ എത്ര തന്നെ അർപ്പിച്ചിട്ടും പാപമോചനം പ്രാപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ അവന് കഴിയാതെ വന്നപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശു മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തീർന്നു. റോമർ 5:10 നാം വായിക്കുന്നത്, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തിലൂടെ രക്ഷയും ദൈവത്തോട് നിരപ്പും സാധ്യമാക്കി തന്നു. രണ്ടാമതായി ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുവാനായിട്ട്. 1 യോഹന്നാൻ 4:10 നാം വായിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പല ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, എന്തെല്ലാം വരങ്ങൾ നമുക്ക് ലഭിച്ചാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല എന്നാണ്. വചനം ജഡമായി തീർന്ന ക്രിസ്തുവിൻ്റെ സാക്ഷികളായി അന്യോന്യം സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കണം. മൂന്നാമതായി വിശുദ്ധിയിൽ തികഞ്ഞവരായി ദൈവത്തോട് നമ്മെ അനുരൂപമാക്കുവാനാണ്. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നതായി കാണാം. സത്യത്തിൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് കാണുന്നു. അതുപോലെ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് അവരെ കാത്തുകൊള്ളണമേ എന്നും നാം അവിടെ വായിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയിൽ തികഞ്ഞവരാക്കി ദൈവത്തോട് നമ്മെ അനുരൂപമാക്കുവാനായിട്ടാണ്. ഈ വേദഭാഗങ്ങൾക്കൂടെയൊക്കെയും ദൈവത്തിൻ്റെ വചനങ്ങൾ എത്ര ശക്തമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വചനം നമ്മെ വിശുദ്ധരാക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും സാധിക്കും. അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തിയും ദൈവിക കാര്യങ്ങളിലൂടെ ക്രമപ്പെടുത്തുവാനും തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള ജ്ഞാനവും വിവേകവും ലഭിക്കുന്നു. ഈ വചനം നമ്മുടെ സമൂഹത്തിലും നമ്മുടെ തലമുറയ്ക്കും കൈമാറേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഈ ക്രിസ്മസ് കാലയളവിൽ ദൈവവചനത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അന്യോന്യം സ്നേഹിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ധ്യാനത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.